ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് ദീപാവലി ആയിട്ട് നമുക്കൊരു മധുരം തയ്യാറാക്കാം. ഞാൻ ഇന്നിവിടെ ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ഇന്നൊരു സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമുക്കിതുപോലെ ഒരു സ്പൂണിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നെയ്യ് ആ സേമിയമായിട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ബൗള് പാലാണ് കേട്ടോ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ബൗള് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 പാക്കറ്റ് പാലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ ദീപാവലിക്ക് സ്വീറ്റ്സ് ഒക്കെ വയ്ക്കുന്നതിനൊപ്പം തന്നെ പായസം കൂടി വയ്ക്കാറുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പായസത്തിനൊരു പിങ്ക് കളർ കിട്ടണമെങ്കിൽ നമ്മളിതിലേക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും കാഷ്യൂം റൈസിൻസും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സേമിയ പായസം തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചിരാതൊക്കെ കത്തിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈവനിങ് ആയപ്പോഴേക്കും ഇവിടെ നല്ല മഴയും അതുപോലെ ഇടികുടുക്കമൊക്കെ ആയിട്ടോ മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തത്ര മഴയായിരുന്നു. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇതുപോലെ കത്തിച്ചു കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ മാത്രം നമ്മളിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ അകത്ത് സ്വീറ്റ്സും അതുപോലെ ചിരാതും പായസവും ഒക്കെ ആയിട്ട് ഇതുപോലെ വെച്ചു. അങ്ങനെ ഈ വർഷത്തെ ദീപാവലി ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ദീപാവലി ആശംസകൾ. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.